Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 17.2 ബീറ്റ 1 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഒരു 5.71 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും ഒരു 6 GB വരെയും വലിയ സൈസിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ എല്ലാ ഡിവൈസിലും വരാനുള്ള ചാൻസ്. ആപ്പിൾ അതിൻ്റെ കൂടെ തന്നെ iPadOS 17.2 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 10.2 beta 1 release ചെയ്യുന്നുണ്ട്. tvOS and HomePodOS 17.2 beta 1 release ചെയ്യുന്നുണ്ട്. macOS 14.2 beta 1 റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ iOS 17.2 beta 1ന്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.2 21C5029G എന്ന്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന 17.2ൻ്റെ ബീറ്റ 1ൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു G എന്ന് പറഞ്ഞ ആൽഫബറ്റ് നമുക്ക് എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ ബിൽഡിൻ്റെ അടുത്തെത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡൽ ഫോം കൊണ്ട് അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ മാറ്റം ആപ്പിൾ പ്രോമിസ് ചെയ്ത പോലെ ഒരു പുതിയ ആപ്ലിക്കേഷൻ, ജേണൽ ആപ്ലിക്കേഷൻ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ആയിരിക്കും ആദ്യം വരുന്നത്. വെൽക്കം ടു ജേണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഇൻസൈറ്റ് എല്ലാം നമ്മൾ ഡെയിലി ഉണ്ടാവുന്ന ആ ഒരു കാര്യം ഒരു ഡയറി പോലെ എല്ലാ മെമ്മറീസും ഫോട്ടോസും ബാക്കി സജഷൻസും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ് ഈ പറഞ്ഞ ജേണൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇതാണ് നമ്മുടെ ജേണലിലെ ഫസ്റ്റ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ കൊടുക്കാം. ഈ ഒരു പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ റിഫ്ലക്ഷൻസും അതേപോലെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ജേണലിംഗ് സജഷൻസിൻ്റെ ആ ഒരു ഗെറ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പുതിയ എൻട്രി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജേണലിംഗ് സജഷൻസ് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമുക്ക് വരുന്നതായിരിക്കും. ഗെറ്റ് ഇൻസ്പയർഡ്, സജഷൻസ് ആർ പ്രൈവറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസും നമ്മുടെ ഈ പറയുന്ന സജഷൻസിൻ്റെ ആ ഒരു പ്രൈവസിയുടെയും അതേപോലെ ആ ഒരു സെക്യൂരിറ്റിയുടെയും കാര്യങ്ങൾ ഇവിടെ ടേൺ ഓൺ ജേണലിംഗ് സജഷൻസ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് വരും. നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറൊരു കാര്യമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ജേണലിംഗ് ആപ്പിൻ്റെ ആ സജഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ വല്ല ബഗ്ഗായിരിക്കും. ഇതിൻ്റെ പ്രൈവസിയും ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സ് ആപ്പിലേക്ക് പോവാം. താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ടോഗിൾ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഓപ്ഷൻ ഉണ്ട്, ജേണലിംഗ് സജഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ എല്ലാ സജഷൻസിൻ്റെയും ആ ഓപ്ഷൻസും ഓൺ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡിസ്കവറബിൾ ബൈ അതേഴ്സ് എന്നും അതേപോലെ പ്രിഫർ സജഷൻസ് വിത്ത് അതേഴ്സ് എന്നും പിന്നെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റി, മീഡിയ, കോണ്ടാക്ട്, ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൺ ആണ്. നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് വെച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ടേൺ ഓഫ് ഓൾ കൊടുത്താൽ എല്ലാ ഓപ്ഷൻസും ഓഫ് ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആപ്പിൾ പ്രോമിസ് ചെയ്ത ആ ഒരു ജേണലിംഗ് ആപ്പ് നമുക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ ഈ ഒരു ജേണലിംഗ് ആപ്പിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. മ്യൂസിക്കിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഓരോ അപ്ഡേഷനിലും മ്യൂസിക്കിൽ കുറേയധികം അപ്ഡേഷൻസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വട്ടം വന്നിരുന്ന അപ്ഡേഷൻ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഫേവറേറ്റ് ആയിട്ട് ഇടാവുന്ന ആ ഒരു പ്ലേലിസ്റ്റ് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പുതിയ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ട്രയൽ പ്ലേലിസ്റ്റിന് നമുക്ക് കൊടുത്തു. ഞാനിത് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. ആ ഒരു ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റിൻ്റെ തൊട്ട് പൊക്കത്തായിട്ട് നമുക്കൊരു പുതിയ കൊളാബ്രിക്കേഷൻ്റെ അല്ലെങ്കിൽ ഒരു കൊളാബിൻ്റെ ഒരു ചെറിയ ഗ്ലിഫ് കാണിക്കുന്നുണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ പ്ലേലിസ്റ്റിലേക്ക് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ എല്ലാം കൊളാബ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ അപ്രൂവ് കൊളാബറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ആൾക്കാർക്കും നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പിക്സ് ആയ ട്രാക്കുകൾ അവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മാറ്റവും
നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ വിജറ്റ് സെക്ഷനിലാണ്. വിജറ്റ് സെക്ഷനിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പുതിയ സെക്ഷനിലാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മുടെ പുതിയ ആ ഒരു വിജറ്റ് സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ ക്ലോക്കിൻ്റെ പുതിയൊരു ഐക്കൺ അല്ലെങ്കിൽ പുതിയൊരു വിജറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ബാക്കിയെല്ലാം യൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു വിജറ്റ് സെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ നേരെ നമ്മുടെ പുതിയ വിജറ്റ് സെക്ഷൻ എടുക്കാം, ആഡ് ചെയ്യാം, ഡൺ കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് സൂചിയും അതേപോലെയുള്ള ബാക്കി കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ടൈം നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വന്ന അപ്ഡേഷൻ വിജറ്റിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം, പുതിയൊരു ഐക്കൺ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വെതറിൽ ഒരു പുതിയ വെതർ ഐക്കണും അല്ലെങ്കിൽ പുതിയ വെതർ ആയിട്ടുള്ള ആ ഒരു വിജറ്റ് നമുക്കൊന്നുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന പുതിയ വിജറ്റാണ് നമ്മുടെ വെതർ സെക്ഷനിലും വന്നിരിക്കുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ലോഡ് ചെയ്തിട്ടില്ല. ആ ലോഡ് ആവാത്ത എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ബഗ്ഗായിരിക്കും. ഈ ഒരു വിജറ്റും നമുക്കിപ്പോൾ പുതുതായിട്ട് ഈ ഹോം സ്ക്രീനിലും നമുക്ക് വന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ 15 Pro സീരീസിൽ മാത്രം വന്നിരിക്കുന്ന ആക്ഷൻ ബട്ടണിലാണ്. ആക്ഷൻ ബട്ടണിൽ ഇപ്പോൾ നമുക്ക് പുതിയ ഒരു ആപ്പും കൂടെ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനിൽ ഒരു അടിപൊളി സ്മൂത്തനിങ് ഒരു ആനിമേഷനും ആപ്പിൾ ആ ഒരു വിജറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന അടുത്തൊരു അപ്ഡേഷൻ നമ്മുടെ ജനറൽ സെറ്റിങ്സിലാണ്. ജനറലിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ജനറൽ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ എയർ പ്ലേ ആൻഡ് ഹാൻഡ് ഓഫ് എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു പുതിയ ഓപ്ഷൻ ഉണ്ട്, എയർ പ്ലേ റിസീവർ എന്ന്. അതായത് നമ്മുടെ എല്ലാ സ്ട്രീമിംഗ് കോണ്ടൻറ്റൊക്കെ നമുക്ക് വിഷൻ പ്രോയിൽ നിന്ന് ഫോണിലേക്ക് എടുക്കാവുന്ന ആ ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ എയർ പ്ലേ റിസീവർ എന്ന് പറയുന്നത്. അതിനർത്ഥം നമ്മുടെ ഈ പറഞ്ഞ വിഷൻ പ്രോ എന്ന് പറഞ്ഞ ആ ഒരു എറ നമുക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ പുതിയ പുതിയ അപ്ഡേഷനിലും ഈ പറഞ്ഞ വിഷൻ പ്രോയിൻ്റെയും കാര്യങ്ങൾ ആപ്പിൾ കൂടുതലായിട്ട് നമ്മുടെ ഡിവൈസിലേക്കൊക്കെ പുഷ് ചെയ്യുന്നത്. ഇനി വരുന്ന അപ്ഡേഷൻ നമ്മുടെ ഫോക്കസ് മോഡിലാണ്. നേരെ നമ്മുടെ ഫോക്കസ് മോഡിലേക്ക് പോകാം. ഇവിടെ ഈ പറഞ്ഞ DND മോഡിലേക്ക് പോകാം. DND മോഡിലേക്ക് പോയി നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാൻ നമ്മുടെ മ്യൂസിക്കിന് ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, സെറ്റ് യൂസ് ലിസണിങ് ഹിസ്റ്ററി എന്ന്. നമ്മുടെ ട്രാക്കുകളുടെയൊക്കെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് ഇനി മുതൽ നമ്മുടെ DND മോഡിലായാലും അല്ലെങ്കിൽ ഏത് ഫോക്കസിലാണ് നമ്മുടെ ഈ പറയുന്ന മ്യൂസിക് ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വർക്കൗട്ടിൻ്റെ ആ ഒരു ഫോക്കസിലാണ് ഈ പറഞ്ഞ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ കോണ്ടാക്ട്സിലാണ്. ജസ്റ്റ് ഒരു കോണ്ടാക്ട് എടുക്കാം. നമ്മുടെ കോണ്ടാക്റ്റിൽ ഇവിടെ നമുക്ക് പുതിയ പുതിയ പോസ്റ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മോണോഗ്രാം എന്നുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിന് ഒരു പുതിയ ഷെയ്ഡ് നമുക്ക് വരുത്താൻ പറ്റും. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തു. ഇവിടെ നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പുതിയ കളർ പലറ്റ് കാണാൻ പറ്റും. അത് സെലക്ട് ആണെങ്കിൽ ഒരു റെയിൻബോ കളറിലേക്ക് നമ്മുടെ ആ ഒരു പേര് നമുക്ക് മാറ്റാൻ പറ്റും. ഓരോ ഫോണ്ടിനും നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ആ റെയിൻബോ ഷെയ്ഡ് നമ്മുടെ പേരുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനും ഈ പറയുന്ന കോണ്ടാക്ട് നെയിമിൽ വന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന അപ്ഡേഷൻ കുറേ നാളായിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേഷനാണ്. ഞാൻ തന്നെ നമ്മുടെ വീഡിയോയിൽ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഈ പറയുന്ന കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ iCloudൽ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ iCloudൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ ഇൻ iMessage എന്ന ഓപ്ഷൻ വരും. അത് നമ്മൾ ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് നമുക്ക് വരുമായിരിക്കും. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇൻ്റർനെറ്റ് സ്പീഡും അതേപോലെ നമ്മുടെ iCloudലേക്കുള്ള ബാക്കി സിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും നമുക്ക് ചോദിക്കുന്നതായിരിക്കും. അപ്ഡേറ്റ് യുവർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോ ഡിവൈസിലും ഈ പറയുന്ന കോണ്ടാക്ട് കീ വെരിഫിക്കേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡിവൈസും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നീ പറഞ്ഞ ഒരു പുതിയ അപ്ഡേഷൻ നമ്മുടെ കോണ്ടാക്ട് കീ വെരിഫിക്കേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ബുക്സ് ആപ്പിലാണ്. ബുക്സ് ആപ്പ് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ് കൂട്ടാനുള്ള നല്ല കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ ബുക്സ് ആപ്പിൽ നമുക്ക് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റീഡിങ് ഗോള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര നേരം നമുക്ക് വായിക്കണം, നമ്മുടെ ഈ പറഞ്ഞ ഒരു ദിവസം 10 പേജ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും വായിക്കണം എന്നുള്ള ഗോള് സെറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു ബുക്ക് എടുക്കുകയാണ്. ആ ഒരു ബുക്ക് എടുത്തതിനുണ്ട് നമുക്ക് അതിൻ്റെ പേജിങ് സ്റ്റൈലിന് ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേജിങ് സ്റ്റൈൽ എടുക്കാം. ഇവിടെ തീം ആൻഡ് സെറ്റിങ്സിൽ എടുത്തിട്ട് നമ്മുടെ പേജ് സെറ്റിങ്സിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഫാസ്റ്റ് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. അത് സെലക്ട് ചെയ്യാം.
ഫാസ്റ്റ് ഫീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇതാണ് നമുക്ക് പറയുന്ന ആ ഒരു പുതിയ ഫാസ്റ്റ് ഫീഡ് പേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് എന്തോ ഈ പറയുന്ന ആ ഒരു പേജിൻ്റെ ആ ഒരു കേൾ ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ഒരു ഒതൻറ്റിക് അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടുന്നത് ഈ ഒരു കേൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പേജ് ടേണിങ്ങിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് ടേണിങ് അല്ലെങ്കിൽ ആ ഒരു പേജ് ടേണിങ് തീം ഏതാണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷനിൽ വന്നിരുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേയധികം ബഗ്ഗുകളും ബഗ് ഫിക്സസും എന്താണെന്ന് നോക്കാൻ പറ്റും. നമ്മുടെ റീസെൻ്റ് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഇവിടെ iPadOS ആൻഡ് iOS 17.2 ബീറ്റ നമുക്ക് റിലീസ് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോൺ ഇഷ്യൂ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ആപ്പിൾ മ്യൂസിക്കിൽ നമ്മുടെ ഫേവറേറ്റ് ട്രാക്കിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ചിലപ്പോൾ കാണാനും അതേപോലെ തന്നെ ഡിസപ്പിയർ ആകാനുള്ള ചാൻസും നമുക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺടാക്ട് കീ വെരിഫിക്കേഷൻ്റെ പുതിയ ഫീച്ചേഴ്സ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോൺ ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജേർണലിംഗ് ആപ്പിൻ്റെ സജഷൻസും അതേപോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെസ്സേജസിൻ്റെ നോൺ ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്റ്റോർ കിറ്റ്, അതേപോലെ നമ്മുടെ സ്വിഫ്റ്റ് UI അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ആപ്പിൾ ഇവിടെ നോൺ ഇഷ്യൂസും റിസോൾവ് ഇഷ്യൂസും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിസ്റ്റിലില്ലാത്ത എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൽ iOS 17.2 യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിൽ ഇവിടെ നമുക്ക് പുതിയ ഫീഡ്ബാക്ക് ആപ്പിളിനെ അറിയിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിൽ എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡോ ചെയ്തിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ കൊടുത്ത് നമുക്ക് ആപ്പിളിന് അറിയിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ ഫീഡ്ബാക്ക് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് പോകുന്നത്. വലിയ ലാഗോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇനി തറവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പെർഫോമൻസിൽ ക്ലട്ടറിങ്ങോ ബാക്കി കാര്യങ്ങളുണ്ടോയെന്ന് അറിയാൻ പറ്റുന്ന. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഡീസൻ്റായ ഒരു ബാറ്ററി പെർഫോമൻസ് ആസ് ഓഫ് നൗ എനിക്ക് ഈ ഒരു അപ്ഡേഷൻ കണ്ടിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ 2-3 ദിവസത്തെ ആ ഒരു യൂസേജ് കഴിഞ്ഞാലാണ് നമ്മുടെ ബാറ്ററി പെർഫോമൻസും നമുക്ക് പറയാൻ പറ്റുക. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും 41 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 7 മിനിറ്റുമാണ്. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ മ്യൂസിക്സും യൂട്യൂബും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഡീസൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ 82% ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 83 ആയിരുന്നു, 83 നിന്ന് 82ലേക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ജമ്പ് ആയത്. ഹീറ്റിംഗ് ഇഷ്യൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തെർമൽ മാനേജ്മെൻറ്റ് ഈ ഡിവൈസിൽ വന്നിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്ത് പോലും ഫീൽ ചെയ്യുന്നില്ല. ക്യാമറ ബമ്പിൻ്റെ അവിടെയും ചൂട് ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ബാറിലും എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത് നല്ലൊരു സൈൻ തന്നെയാണ്. കാരണം ഹീറ്റ് മാനേജ്മെൻറ്റ് ഒരു ഡിവൈസിന് വേണ്ടൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസിൻ്റെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സിംഗിൾ കോർ എന്ന് പറയുന്നത് 1679 മൾട്ടി കോർ വരുന്നത് 3787 ആണ്. ഈ പറഞ്ഞ മൾട്ടി കോർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൂടിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മുടെ ഡിവൈസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൾട്ടി കോർ 3506 പൊക്കത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു വട്ടം നമുക്ക് 3787 എന്ന് പറയുന്ന സ്കോറിലേക്കാണ് മൾട്ടി കോർ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിക്ക് ഞാൻ പറഞ്ഞായിരുന്നു നല്ലൊരു സ്മൂത്തായിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസ് പോകുന്നത്. അത്യാവശ്യം നല്ല സ്ട്രെസ്ഫുള്ളായ കാര്യങ്ങളല്ല നമ്മുടെ ഈ OS അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ iOS 17.2ൻ്റെ ബീറ്റ 2ഉം ബാക്കി കാര്യങ്ങളും എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ 30-ാം തീയതി ആപ്പിളിൻ്റെ ഒരു ഇവൻ്റ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനിയായിരിക്കും അല്ലെങ്കിൽ നവംബർ മാസത്തിലായിരിക്കും ഇനി അടുത്ത ബീറ്റാസും അപ്ഡേഷൻസും വരുന്നത്. സോ നമുക്ക് മിക്കവാറും ആ ഒരു മന്ത് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും മിക്കവാറും നമ്മുടെ 17.2 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ iOS 17.2ൻ്റെ ബീറ്റ 1ലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്തോട്ടേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Epica.